ഹലോ ഫ്രണ്ട്സ്, ആബിദാണ്. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് കുറേ ദിവസമായി സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇപ്പൊ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മിനിയാന്ന് രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ബാംഗ്ലൂർ അവിടെ എല്ലാം മൈസൂർ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോ എപ്പിസോഡ് വരുന്നത്. ഇന്ന് ഒന്നാമത്തെ എപ്പിസോഡാണ്. മൈസൂർ ടു ബാംഗ്ലൂർ ഒരു എപ്പിസോഡ് വരുന്നുണ്ട് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാൻ നമ്മുടെ പടക്കുതിരായിട്ട് പോകുന്നത് അതിൻ്റെ റിസ്ക് ഉണ്ടാവും. ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്ലീപ്പും കാര്യങ്ങളും ഒന്ന് എയിമാവേണ്ട ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സ്ലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ, അവരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഏട്ടൊപ്പം ഉണ്ട്. അപ്പോൾ അവൻ ഇന്ന് ചിലപ്പോൾ നാട്ടിലോട്ട് പോകും. മഹാരാഷ്ട്രയാണ് ഇപ്പോൾ ഉള്ളത്. അവൻ ഇന്ന് നാട്ടിലോട്ട് പോകും. അതുപോലെ തന്നെ 2-3 ദിവസം ഇവിടെ സ്റ്റാൻഡ്. അപ്പോൾ ബാക്കി എപ്പിസോഡുകൾ ഇനി വരുന്നതാണ്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് എപ്പിസോഡ് നമ്മൾ ജമ്മു കാശ്മീർ എത്തുന്നത് വരെ നമ്മുടെ എപ്പിസോഡ് ഉണ്ടാവും. അവിടുന്ന് പിന്നെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാസർ എങ്ങോട്ട് വാ, പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതാണ് ജാസർ കേട്ടോ, എല്ലാ കാര്യത്തിനും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഏട്ടൻ ജാസറും ഉണ്ട്. എടാ പേര് കാര്യങ്ങളൊക്കെ കറക്റ്റ്. നിങ്ങൾ തമ്മിൽ ഏട്ടൻ അഞ്ചിലാണ് കാര്യം, പക്ഷെ കണ്ടാ തോന്നുന്നില്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം കാശ്മീറാണ്. അതെ, ഓട്ടോറിക്ഷ ആയിട്ട് ഈ പടക്കൂരായിട്ട് ഞങ്ങൾ കാശ്മീർ പോകും. വരും ദിവസങ്ങളിൽ ഹാപ്പിനെസ് സ്ട്രോക്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആള് പുലിയാണ്, സയന്റിസ്റ്റ് ആണ്, പത്രത്തിലൊക്കെ കാണട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എപ്പിസോഡായിട്ട് നമ്മുടെ വീഡിയോ വരുന്നതാണ്. ഹാപ്പി സ്ട്രോക്ക് എന്നുള്ള അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് അപ്ഡേറ്റ്, ഡെയിലി അപ്ഡേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെച്ച് വെക്കുക. വീഡിയോ ഫുൾ ആയിട്ട് മാക്സിമം കാണാം. ഫസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ പടക്കത്തിനായിട്ട് നമ്മൾ പോകാൻ പോവാണ്. അതിൽ നമ്മൾ ഇവിടെ അരീക്കോട് നിന്ന് എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്, ഏട്ടന്മാരുണ്ട്. പിന്നെ ഏട്ടൻ അവനാണ് ലൈസൻസ് വരാനുള്ളത്. അതുപോലെ തന്നെ എണ്ണ ഇവിടെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്നറിയില്ല. ബാംഗ്ലൂരായിരുന്നു, അത് ഇപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഇനി പോവാണ്. ഓക്കെ, സെറ്റല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ആനനായിട്ട് കണ്ട് നമ്മള് ഇല്ല, ആന പോയി വണ്ടി എടുത്തു കിട്ടോ. ഫൈനലി നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി പോകുന്ന റൂട്ടാണ്. അതുപോലെ തന്നെ ജാസിൽ നമുക്ക് കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം മിഠായി കാര്യങ്ങളൊക്കെ. അത് അവിടെ നമ്മുടെ പ്രോ ഡ്രൈവർ എല്ലാം ആണല്ലേ. നമ്മളൊരു ചായ എടുക്കാൻ വന്നതാണ്. താനല്ലേ അവിടെ? എന്താ അറിയില്ല കേട്ടോ, കോഫി കാണുന്നുണ്ട്. ആരും കിട്ടും, നമുക്ക് അവർ വാങ്ങുന്നുണ്ട്. വണ്ടി പോകുന്നത് അവിടെ കട്ടൻസായിരുന്നു. അപ്പോൾ ഇത് കോഫിയാണ് ഞാനെടുത്ത്. ഇത് തെറ്റാണ്. അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളി. എങ്ങനെ നമ്മൾ പോകാൻ പോലെ ആ പോകും. ഞാൻ തൻ്റെ വിവരം കാണിച്ചു അവിടെ
അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർ സിറ്റിക്ക് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡക്കാത്തിലോണാണ് കാരണം. ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഭാഷ ഒന്നും അറിയാത്തതുകൊണ്ട് ജാസറിന് കുറച്ചൊക്കെ ഭാഷ അറിയാം. പിന്നെ കുറച്ചൊക്കെ ഭാഷയും കാര്യങ്ങളൊക്കെ എക്സ്പെർട്ടാണ്. കുറച്ച് പുറത്ത് പോയി പരിചയമുള്ള എൻ്റെ പ്രായമാണെങ്കിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ അവനോട് ചോദിപ്പിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമ്മൾ വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഓ ആ ഓക്കെ. താങ്ക് യു താങ്ക് യു. കുക്കിംഗ് ചെയ്യാനുള്ളവരെ ഗതികേട്. നൂഡിൽസ് എടുക്കുക, നൂഡിൽസ് എടുക്കുക. ഓക്കെ. പാത്രം എടുത്തോ, എല്ലാം എടുത്തോ. എന്തൊരു ഗതികേടില്ലേ ഒരു. അല്ല ഇതൊക്കെ നമുക്ക് ഇനി പറഞ്ഞതാ യാത്രയിൽ. ഇനി കാശ്മീർ പോകുമ്പോ ഇതൊക്കെ വേണേ. ഇവിടെ കേബിൾ ഉണ്ട്, ഇതെടുക്കുക വേണേ വണ്ടിയിൽ തന്നെ കുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്തൊക്കെ പറയണ്ട. അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ചുകൂടെ വെള്ളം മതി. ഇപ്പോഴാണ് വ്ളോഗൊന്ന് സെറ്റായത്. ഇവിടെ തിന്നോ ആണോ? ആ ഇത് മാണ വെച്ചിട്ട് മനസ്സിലാവും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ പുല്ലുപോനെ പറഞ്ഞു. നമുക്ക് ഈ ചേട്ടനായിട്ടോ ഹെൽപ്പ് ചെയ്ത് നിന്നിട്ടുള്ളത്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചേട്ടൻ ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു കേട്ടോ. ഓക്കെ, നന്ദി നന്ദി. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സെറ്റായിട്ട് ഉണങ്ങിയില്ലേ? അത് സീൻ്റെ കുറച്ച് വെള്ളമാക്കിയ തിരിട്ടോ ഓറാകല്ലേ? ഓക്കെ, അല്ല കുറച്ചും കൂടി ചേച്ചി ഉണ്ടായതുകൊണ്ട് ഇത് തിന്നാനായി. എന്നാ എടുത്തോളൂ എടുത്തോളൂ എടുത്തോളൂ. കച്ച് 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 തണി എനിക്ക് എത്ര എടുക്കലാക്കാം. മുത്തൊന്ന് റെഡിക്കുന്ന ഇരിക്കുന്നിടത്തല്ലാക്കില്ല. വല്ല നമ്മൾ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഷെല്ലിൻ്റെ പൊക്കലാണ് എണ്ണ 26 രൂപയാണ് നോർമൽ ഞങ്ങൾക്ക് വില. അപ്പോൾ അങ്ങോട്ട് ഡക്കാത്തിലോട്ട് പോകേണ്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാണ്ട് ജസ്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ വണ്ട് കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. നമുക്ക് അടുത്ത വരവിന് എടുക്കാം, അല്ലെങ്കിൽ എടുത്തിട്ട് പോകണം. നോക്കാൻ എടുക്കാം. അവിടെ ഡക്കാത്തിലോട്ടുണ്ട്, ബാംഗ്ലൂർ ഡക്കാത്തിലോട്ടാണ്. അതുകൊണ്ട് മുമ്പിലെത്തിയിട്ടുണ്ട്. ഡക്കാത്തിലോട്ട് കയറാൻ പോകട്ടെ. ഇവിടെ എൻട്രി ചെയ്താണ്. നമ്മൾ ടെൻറ്റ് വാങ്ങാനായിരുന്നു ഡക്കാത്ലോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫണ്ടൊന്നും തരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഷൂസ്, നമ്മൾ റണ്ണിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂസ് കാര്യങ്ങളൊക്കെ നല്ല നോർമൽ റേറ്റിന് കിട്ടാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വാം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഓഫറിലാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ വിൻ്റർ സീസണാണ് ജമ്മു കാശ്മീരൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ റേറ്റ് കുറവുണ്ട് വാം കോട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുകയാണ്.
ബാംഗ്ലൂർ മാർക്കറ്റിലാണ് കേട്ടോ വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. വണ്ടി ബാക്കി നേരെ തള്ളിയിട്ടാണ് കേട്ടോ. ഇത് കുക്കിങ്ങിനുള്ള ഗ്യാസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 100 രൂപയാണ്. പക്ഷെ കാർട്ടൂണർ നമ്മൾ എടുക്കാൻ പറഞ്ഞോണ്ട് ഒരു വിഷയമുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഇറങ്ങിയിട്ട് വരാം. നൈറ്റായിട്ടോ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ. അതാ പള്ളി അവിടെ. പൊറോട്ട കിട്ടി. നാട്ടിൽ വന്ന് പൊറോട്ട കാര്യങ്ങൾ കിട്ടി എടുക്കാൻ പോവാൻ കേട്ടോ. ഓരോ ഫ്ലൈറ്റ് ബാംഗ്ലൂരിലെ ലാസ്റ്റ് പ്ലേസായ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇനി മൈസൂരിലേക്ക് തിരിക്കണം. ഒരുപാട് സ്ഥലം നമ്മൾ കണ്ടിരുന്നു. ടോപ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കുത്തിയിട്ടായിരുന്നു നമ്മൾ പോയിട്ട് കേട്ടോ. നമ്മൾ മൈസൂരാണ് കേട്ടോ. ബാംഗ്ലൂർ പോയിരുന്നു. മൈസൂർ പാലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഇവിടെ എന്തോ ഒരു കണ്ടു ഡെസാർ എക്സിബിഷൻ ഇവിടെ അടിപൊളിയാണ്. നല്ല മോർണിംഗ് ടൈമിലാണ് അവരൊക്കെ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കർട്ടണ് കാര്യങ്ങളൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട്. അത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സെറ്റിങ്ങിലാണ് കേട്ടോ. റോഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രീ ആണ്. കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും. രാവിലെ നീച്ചിട്ട് ഫ്രഷ് ആവാണ് കേട്ടോ. ഒരു പള്ളിയിലാണ് വന്നിട്ടുള്ളത്. വെള്ളം നല്ല വൃത്തിയാണ്. അതല്ലാതെ ഫ്രഷ് ആവാൻ ചെയ്യാറുണ്ട്. അടിപൊളി ഒരു സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ ആ ഗേറ്റ് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ബസ്സിൻ്റെ ഭാഗമുണ്ടാവും. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഗേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ. നമ്മുടെ പാലസിലാണ്, മൈസൂർ പാലസിലാണ് വരുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പോയിട്ട്. ടിക്കറ്റ് അവിടെ എടുക്കുന്നത് 100 രൂപയാണ് ടിക്കറ്റ് പറഞ്ഞത്. അതേപോലെ ഏജ് 18 അടിക്കുള്ളവർക്ക് 50ആണ്. അവിടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ കാരണം സാധനങ്ങൾക്ക് നോക്കാം. അന്നത്തെ കാലത്തിൽ അന്ന് വരെ ഇതുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. കട്ടായത്
കട്ടായതിനോടൊപ്പം ക്യാമറ ജാസ്